നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ 175 പേർ നിരീക്ഷണത്തിൽ. പ്രവാചക പ്രകീർത്തനങ്ങളുമായി നാടെങ്ങും നബിദിനാഘോഷം. ഉത്രാട ദിനത്തിൽ ബീവറേജ് കോർപ്പറേഷനിൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ വിറ്റത് 124 കോടി രൂപയുടെ മദ്യം. പ്രവാചക പ്രകീർത്തനങ്ങളുമായി എത്തിയ നബിദിന ഘോഷയാത്രയ്ക്ക് മധുരം വിളമ്പി ക്ഷേത്ര കമ്മിറ്റിയുടെ സ്നേഹവിരുന്ന്. താനൂരിൽ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരൂർ മംഗലത്ത് തിരുവോണനാളിൽ വീടിന്റെ പൂട്ട് തകർത്ത് കവർച്ച. വിശദമായ വാർത്തകൾ. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ 175 പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതിൽ 74 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 126 പേർ പ്രൈമറി കോണ്ടാക്ട് പട്ടികയിലും 49 പേർ സെക്കൻഡറി കോണ്ടാക്ട് പട്ടികയിലും ഉൾപ്പെട്ടിട്ടുള്ളതാണ്. സമ്പർക്ക പട്ടികയിലുള്ള 10 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിലവിൽ 13 പേരുടെ സ്രവം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം ലഭ്യമാക്കാനുള്ളതായും മന്ത്രി അറിയിച്ചു. മലപ്പുറത്ത് നിപ്പ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞ 24 വയസ്സുകാരനാണ് നിപ്പ വൈറസ് രോഗബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത്. മരണശേഷം പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രാദേശിക മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് ഈ ഒരു സംശയം രൂപപ്പെട്ടത്. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചതിൽ നിന്നാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധന ഫലം പോസിറ്റീവായിരുന്നു. അപ്പോൾ തന്നെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും അതോടൊപ്പം തന്നെ 16 കമ്മിറ്റികൾ സ്റ്റേറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് രൂപീകരിക്കുകയും കോൺടാക്ട് ട്രേസിംഗ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയാണ് ഈ യുവാവ്. സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, അതോടൊപ്പം തന്നെ പോയിട്ടുള്ള ഇടങ്ങൾ എല്ലാം തന്നെ ട്രേസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ആളുകളെ, ഏറ്റവും അടുത്ത സമ്പർക്കത്തിൽപ്പെട്ടവരെയും സെക്കൻഡറി കോൺടാക്ട്സിനെയും ഒക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതുവരെ 151 പേരാണ് പ്രൈമറി കോൺടാക്ട്സിലുള്ളത്. അതിൽ 5 പേർക്ക് ചെറിയ പനി ലക്ഷണങ്ങളും ഉണ്ട്. ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മതലമായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത്. കോൺടാക്ട് ട്രേസിംഗിന്റെ അടിസ്ഥാനത്തിലുള്ള റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കും. 4 സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ, ഒരു ക്ലിനിക് ഉൾപ്പെടെയുള്ളവ അവിടെയാണ് പോയിട്ടുള്ളത്. അതോടൊപ്പം 2 വൈദ്യശാലകളിൽ പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുമ്പോൾ എവിടെയെങ്കിലും ആ സമയത്ത്, അതിനു മുൻപോ അതിനുശേഷമോ അതിൽ പ്രസക്തി ഇല്ല, പക്ഷെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ഉണ്ടെങ്കിൽ ദയവായി ആരോഗ്യ വകുപ്പിനെ ഇക്കാര്യം അറിയിക്കണമെന്നുള്ളതുകൂടി അഭ്യർത്ഥിക്കുകയാണ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ ഓൺലൈനായി നിപ്പ അവലോകന യോഗം ചേർന്നു. നിപ്പ ജാഗ്രതയെ തുടർന്ന് മലപ്പുറം സർക്കാർ അതിഥി മന്ദിര കോമ്പൗണ്ടിൽ കൺട്രോൾ സെൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 0483273210 എന്ന നമ്പറിലോ 0483273260 എന്നീ നമ്പറുകളിൽ വിളിച്ചാൽ നിപ്പ കൺട്രോൾ സെല്ലുമായി ബന്ധപ്പെടാം. മരണപ്പെട്ട 24-കാരന്റെ യാത്രാ വിവരങ്ങളും സമയവും അടങ്ങിയ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു.
വെച്ചിട്ടുണ്ട്. ഈ റൂട്ട് മാപ്പ് പരിശോധിച്ച ശേഷം സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർ കൺട്രോൾ സെല്ലിൽ അറിയിക്കണം. രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി ഫീൽഡ് തലത്തിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. മരണപ്പെട്ട വ്യക്തിയുടെ വീടിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ 66 ടീമുകളായി ഫീൽഡ് സർവേ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇന്ന് മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ 590 വീടുകളിലും വണ്ടൂരിലെ 447 വീടുകളിലും തിരുവാലിയിലെ 891 വീടുകളിലും അടക്കം ആകെ 1928 വീടുകളിൽ സർവേ നടത്തി. മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ 10, വണ്ടൂരിൽ 10, തിരുവാലിയിൽ 29 ആകെ 49 പനി കേസുകൾ സർവേയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ മമ്പാട് കണ്ടെത്തിയ ഒരു പനിക്കേസ് മാത്രമാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ ട്യൂഷൻ സെന്ററുകളും അങ്കണവാടികളും അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണിൽ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പോലീസിന് യോഗത്തിൽ നിർദ്ദേശം നൽകി. യോഗത്തിൽ മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ്, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, NHM, ജില്ലാ പ്രോഗ്രാം മാനേജർ എന്നിവർ പങ്കെടുത്തു. പ്രവാചക പ്രകീർത്തനങ്ങളുമായി നാടെങ്ങും നബിദിനാഘോഷം നടത്തി. മദ്രസകളും പള്ളികളും കേന്ദ്രീകരിച്ച് നബിദിന റാലികൾ നടന്നു. റാലിയിൽ പങ്കെടുത്ത കുട്ടികളെ വരവേറ്റ് വഴിയിലുടനീളം മിഠായികളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. തിരൂർ സൗത്തന്നാര മുനവ്വറുൽ ഇസ്ലാം സംഘം മഹല്ല് കമ്മിറ്റി നബിദിനാഘോഷം സംഘടിപ്പിച്ചു. മഹല്ല് കമ്മിറ്റിയും പൂർവ്വ വിദ്യാർത്ഥികളും സംയുക്തമായി മൗലിദ് സദസ്സ്, ബുർദ മജ്ലിസ്, ഘോഷയാത്ര, അന്നദാനം, വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ നടത്തി. മഹല്ല് പ്രസിഡന്റ് PKK തങ്ങൾ, മഹല്ല് ഖത്തീബ് മുഫ്ലി ഫൈസി ഹൈതമി, സെക്രട്ടറി സൈദലവി ഹാജി, ട്രഷറർ കണ്ടംചിറ ഹുസൈൻ ഹാജി, ഭാരവാഹികളായ പാണാട്ട് ബാവ ഹാജി, P കുഞ്ഞുമൊയ്തീൻ, മുസ്തഫ വെളിയമ്പാട്ട്, OP ലത്തീഫ്, ബഷീർ തങ്ങൾ, VP ഹാരിസ്, KP ഹാരിസ്, MP നൌഷാദ്, സാദിഖ് തങ്ങൾ, V ഷഫീഖ്, V ഇർഷാദ്, യൂനസ് തങ്ങൾ, ബഷീർ കിഴക്കങ്ങാട്ട്, അഷ്റഫ് മുസ്ലിയാർ, ഫാരിസ് റബാനി അലി വെള്ളത്താഴത്ത് എന്നിവർ നേതൃത്വം നൽകി. തിരൂർ നടുവിലങ്ങാടി ഹിദായത്തുൽ സുബിയാൻ മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. നടുവിലങ്ങാടി ജുമാഅത്ത് പള്ളി ഖത്തീബ് അബ്ദുൽ ഗഫൂർ ഫൈസി, KT അബൂബക്കർ മുസ്ലിയാർ, അബ്ദുൽ സലാം മുസ്ലിയാർ, കക്കാട്രി മമ്മു മുസ്ലിയാർ അരീക്കാട്, മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി. വഴിയിലുടനീളം മധുര പലഹാരം നൽകി ഗംഭീര സ്വീകരണം ഒരുക്കിയിരുന്നു. പൂക്കയിൽ, പെരുവഴിയമ്പലം, തറയൻപറമ്പ്, ഹിദായത്തുൽ സുബിയാൻ മദ്രസകൾ സംയുക്തമായി നബിദിന റാലി നടത്തി. TK സുലൈമാൻ ദാരിമി, AP ഇബ്രാഹിം മുസ്ലിയാർ, റാഫി ഫൈസി, അഷ്റഫ് അരയാലൻ, CH അബ്ദുള്ളക്കുട്ടി, സലാം പുളിക്കൽ, കൌൺസിലർ ജഫ്സൽ, കളരിക്കൽ മുസ്തഫ, ജംഷീദ് പൂക്കേൽ, A നൌഷാദ്, A നിസാർ എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. ഉത്രാട ദിനത്തിൽ ബീവറേജ് കോർപ്പറേഷൻ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിലൂടെ വിറ്റത് 124 കോടി രൂപയുടെ മദ്യം. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 116 കോടി രൂപയുടെ വിറ്റുവരവാണ് നടന്നത്. അധിക വിൽപ്പന 8 കോടി രൂപയുടേത്. തിരൂരിൽ മാത്രം 87,85,000 രൂപയുടെ മദ്യമാണ് വിറ്റത്. കൊല്ലം ജില്ലയിലെ കാവനാട്, കരുനാഗപ്പള്ളി വിൽപ്പന കേന്ദ്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കച്ചവടം. 1,15,00,000 രൂപയുടെ കച്ചവടം കാവനാട് ചില്ലറ വിൽപ്പനശാലയിലാണ് നടന്നത്. 38,350 രൂപയുടെ കച്ചവടം കുറഞ്ഞതുകൊണ്ടാണ് കരുനാഗപ്പള്ളി ഷോപ്പ് 2ാം സ്ഥാനത്തായത്. 3ാം സ്ഥാനത്തുള്ള ചാലക്കുടിയിൽ 1,04,00,000 രൂപയുടെ വിൽപ്പന നടന്നു. ഇരിങ്ങാലക്കുടയിൽ 1,73,00,000 രൂപയുടെയും തിരുവനന്തപുരം ജില്ലയിലെ പവർ ഹൌസ് ഷോപ്പിൽ 99,41,000 രൂപയുടെയും വിൽപ്പനയുണ്ടായി. ചങ്ങനാശ്ശേരിയിൽ 94,41,000 രൂപയും തിരൂരിൽ 87,85,000 രൂപയുടെ മദ്യവും ചെലവായി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിലവർധന ഉണ്ടായതിനാൽ വിറ്റുവരവ് ഉയരുന്നത് സ്വാഭാവികം. എത്ര കേസ് മദ്യത്തിന്റെ വിൽപ്പന നടന്നെന്ന് ബീവറേജ് വ്യക്തമാക്കിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, വെട്ടം. പ്രവാചക പ്രകീർത്തനങ്ങളുമായി എത്തിയ നബിദിന ഘോഷയാത്രയ്ക്ക് മധുരം വിളമ്പി ക്ഷേത്ര കമ്മിറ്റിയുടെ സ്നേഹവിരുന്ന്. മംഗലം ചേനര മാളികത്താഴത്ത് ഭഗവതി ക്ഷേത്രം കമ്മിറ്റിയാണ് നാടിൻ്റെ മത സാഹോദര്യത്തിന് മാതൃകയായി ഘോഷയാത്രയ്ക്ക് വരവേൽപ്പ് നൽകിയത്. വിദ്യാർത്ഥികൾക്കൊപ്പം പെരുന്തിരുത്തി മഹല്ല് നിവാസികളും അടങ്ങുന്നതായിരുന്നു ഘോഷയാത്ര. 100-ലേറെ വിദ്യാർത്ഥികളും നാട്ടുകാരുമാണ് അണിനിരന്നിരുന്നത്. യാത്ര ക്ഷേത്രം പരിസരത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ മധുരപാനീയം തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ഈ സമയം ഇതുവഴി എത്തിയ യാത്രക്കാരെയും ക്ഷേത്രം ഭാരവാഹികൾ മധുരം നൽകി സ്വീകരിച്ചു. എല്ലാവർക്കുമായി മുന്തിരി ജ്യൂസും മിഠായിയുമാണ് ഒരുക്കിയിരുന്നത്. സ്വീകരണത്തിന് മദ്രസ പ്രധാനാധ്യാപകൻ സൈദലവി ദർസി നന്ദി രേഖപ്പെടുത്തി. സഹകരിച്ച അതിൻ്റെ കമ്മിറ്റിക്കാർക്കും മെമ്പർമാർക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാ സഹോദര സുഹൃത്തുക്കൾക്കും അല്ലാഹു തആല ഐശ്വര്യവും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്ഷേത്രം പരിസരത്ത് ദഫ് താളമിട്ട് വിദ്യാർത്ഥികളും സന്തോഷം പ്രകടിപ്പിച്ചു.
അറബനമുട്ടും ക്ഷേത്രം ഭാരവാഹികൾക്കൊപ്പം ഫോട്ടോ എടുത്തുമാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള സംഘം മടങ്ങിയത്. കഴിഞ്ഞ വർഷം മുതലാണ് നബിദിനാഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി തുടങ്ങിയതെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കമ്മിറ്റി രക്ഷാധികാരി കുമാരൻ പടുന്നപ്പാട്ട്, പ്രസിഡന്റ് ബിജു അമ്മാട്ടിൽ, സെക്രട്ടറി ബാലരാജൻ, ട്രഷറർ എ ശ്രീനിവാസൻ, ഭാരവാഹികളായ നാരായണൻ, വാസു, മോഹനൻ കാവിലത്ത്, പി റിജു, ഷിനു ബാലൻ കുണ്ടനി, ഇ ബാബു, സുജീഷ് കടമ്പിൽ, പി മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, മംഗലം. താനൂരിൽ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒഴൂർ വെട്ടുകുളം സ്വദേശി കല്ലുവെട്ടുകുഴിയിൽ സുസ്മിതയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താനൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ്. താനൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്കാരം ചൊവ്വാഴ്ച വീട്ടുവളപ്പിൽ നടക്കും. അച്ഛൻ സുബ്രഹ്മണ്യൻ, അമ്മ സുശീല, സഹോദരൻ സുഭാഷ് എന്നിവരാണ്. വെട്ടം ന്യൂസ്, താനൂർ. തിരൂർ മംഗലത്ത് തിരുവോണനാളിൽ വീടിന്റെ പൂട്ട് തകർത്ത് കവർച്ച. വിറക് കച്ചവടത്തിനായി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 1.5 ലക്ഷം രൂപയാണ് നഷ്ടമായത്. കവർച്ച നടന്നത് ആവണക്കാട്ട് തിരുത്തുമ്മൽ വീട്ടിൽ അറമുഖന്റെ വീട്ടിൽ. വീടിന് പുറകുവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്താണ് അകത്ത് കടന്നിട്ടുള്ളത്. രാവിലെ 7 മണിയോടെ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നതെന്ന് അറമുഖൻ പറഞ്ഞു. ഞായറാഴ്ച രാത്രി വീട് പൂട്ടി ഉറങ്ങാനായി സമീപത്ത് താമസിക്കുന്ന മകൻ ജയപ്രകാശിന്റെ വീട്ടിലേക്ക് പോയതായിരുന്നു അറമുഖൻ. സാധാരണ മക്കളോ പേരക്കുട്ടികളോ ഇവിടെ വന്ന് കിടക്കലാണ് പതിവ്. ഓണം പ്രമാണിച്ച് എല്ലാവരും വിരുന്നു പോയിരുന്നതിനാലാണ് ജയപ്രകാശിന്റെ വീട്ടിലേക്ക് അറമുഖൻ പോയത്. തിരൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. കയറിയപ്പോൾ കണ്ടപ്പോൾ ഈ വാർഡ് പറഞ്ഞപ്പോൾ അവിടെ ഞാൻ കയറിയാണ്ട് ചെല്ലുന്നത് തന്നെ ഞാൻ ഈ പറഞ്ഞ റൂമിൽ സാധനങ്ങളൊക്കെ പുറത്തിട്ടിരിക്കുകയാണ്. അൾമറയൊക്കെ തുറന്ന് കിടക്കുന്നത്. പിന്നെയാണ് അപ്പുറത്ത് അങ്ങോട്ട് വടക്കോട്ട് നോക്കിയപ്പോൾ ഇത് പൊളിച്ച് കിടക്കുക ആ ഭാഗത്തിൽ കൂടെ. അപ്പോൾ ഈ വാതിൽ ഞാൻ തുറന്നതാണല്ലോ. അപ്പുറത്ത് പോയപ്പോൾ അതാണ് സംഗതി ഉണ്ടായത്. അപ്പോൾ അത് ബാഗിലായിരുന്നു പൈസ വെച്ചിരുന്നത്. ഒരു ലേഡീസ് ബാഗ്, ഭാര്യൻ്റെ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അതിലായിരുന്നു വെച്ചിരുന്നത്. ഇന്നലെ ഞാൻ ഇവിടെ അടിച്ചൊക്കെ വൃത്തിയാക്കി അതിൽ വെച്ചതായിരുന്നു. 7 മണിയാകുമ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് ഞാൻ അങ്ങോട്ട് പോയതാണ്. പിന്നെ കാലത്തൊരു 7 മണി ആയിട്ടുണ്ടായിരിക്കും ഞാൻ അവിടെ വന്നപ്പോഴാണ് ഇത് കാണുന്നത്. വിറക് കച്ചവട ആവശ്യത്തിനായി സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടമായത്. മരം വാങ്ങി വിറകാക്കി വിൽപ്പന നടത്തുന്നതാണ് അറമുഖന്റെ രീതി. തിങ്കളാഴ്ച മരം കച്ചവടമാക്കാൻ കരുതി വെച്ചതായിരുന്നു പണം. വീടിന് സമീപത്ത് കുടുംബക്ഷേത്രമുണ്ടെങ്കിലും അവിടേക്ക് കവർച്ചക്കാർ എത്തിയിട്ടില്ല. വെട്ടം ന്യൂസ്, മംഗലം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.